ഈ വിജയം മോൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? സഹകരിക്കും മാത്രം അങ്ങനല്ല, ഹസ്ബൻഡ്, അച്ഛൻ, ബ്രദർ, ഹസ്ബൻഡിന്റെ അച്ഛനമ്മ, ഫുൾ ഫാമിലി. ഞാന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞ് PSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അത് 2 എക്സാം ഒക്കെ എഴുതി, മെയിൻസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞിട്ട് JDC അങ്ങനെ ചെയ്തു. കേരള ബാങ്കിന്റെ ഒരു വേക്കൻസി എന്താ പറയാ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് പോയത്. അപ്പൊ തുടക്കത്തിൽ ഓൺലൈൻ ആയതിന്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാവും എന്നുണ്ടായിരുന്നു. സംശയം ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. സഹകാരി റേസ് പ്ലസിന്റെ കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റാങ്ക് ഹോൾഡറാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 023/2024 കാറ്റഗറിയിൽ 8ാം റാങ്ക് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ പ്രവീണയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. തൃശ്ശൂർ സ്വദേശിയാണ്. അപ്പൊ നമ്മള് ഇന്ന് തൃശ്ശൂരിലുള്ള പാലക്കിലാണെന്നുള്ളത്. അപ്പോ പ്രവീണയുടെ ശരിക്കും പറഞ്ഞാലേ ഒരു 1-2 മാർക്കിനാണ് റാങ്കുകൾ നഷ്ടമാകുന്നത്. തുടക്കത്തിൽ നമ്മുടെ ബാച്ച് റണ്ണിങ് ആയിരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഇത്ര ആൾക്കാർക്കാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള എന്നുള്ള കാര്യം. മോഡൽ എക്സാംസും അതുപോലെ വീക്കിലിയും മന്ത്ലിയുടെ എല്ലാ റിസൾട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ള കുറച്ചധികം കുട്ടികളാണ് ഇവരെല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത്? ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ ഹാപ്പി ആയ പോരാ, നല്ല ഹാപ്പിയാണ്. ഓക്കെ, JCയുടെ പ്രിപ്പറേഷൻ ഇതായിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് സഹകാരിയില്. അത് കഴിഞ്ഞ് പിന്നെയുള്ള എക്സ്റ്റൻഷൻ ബാച്ചില് കേരള ബാങ്കിലോട്ട് കയറി. അങ്ങനെ JCയിൽ ഇപ്പൊ എത്ര മാർക്കുണ്ടാ? JCയില് 61 എന്ന് പറയുമ്പോൾ കട്ട് ഓഫിനേക്കാളും ഒരു കുറച്ചധികം നമുക്ക് അല്ലേ കുഴപ്പമില്ലാത്ത റാങ്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. ഡിഗ്രി ഏതായിരുന്നു നമ്മള്? ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഫിസിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് HDC അല്ലേ? JDCക്ക് പോയി. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ നിലവിൽ ഈ ഒരു 8ാം റാങ്ക് കിട്ടിയവരെ നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയോ? ഇല്ല, അടുത്ത കുറച്ചു പേര് അറിഞ്ഞു. അറിയട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ബന്ധുക്കളൊക്കെ അറിഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആണ്. നമ്മൾ എന്തായാലും ഈ ലെവലിൽ എത്തും എന്നുള്ള കാര്യം അവർക്ക് അറിയായിരുന്നു എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഈ വിജയം മോൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? വിജയം സഹകരിക്കും മാത്രം അങ്ങനല്ല, ഹസ്ബൻഡ്, ബ്രദർ, ഹസ്ബൻഡിന്റെ അച്ഛനമ്മ, ഫുൾ ഫാമിലി, എല്ലാരും നമ്മുടെ കൂടെ നിന്നുള്ളതാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആരാണ് പ്രവീണെ? മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോ ഞാന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞ് PSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അത് 2 എക്സാം ഒക്കെ എഴുതി, മെയിൻസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്റെ അച്ഛനും ഈ ഒരു കോപ്പറേറ്റീവ് ഫീൽഡിൽ കേരള ബാങ്കിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് JDC അങ്ങനെ ചെയ്തു. അപ്പൊ കേരള ബാങ്കിന്റെ ഒരു വേക്കൻസി എന്താ പറയാ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് പോയത്. അപ്പൊ അങ്ങനെ പിന്നെ JCയുടെ അത് പറഞ്ഞപ്പോ സഹകാരിയിലാണ് കയറി. അപ്പൊ JCയിൽ ഇത് പറഞ്ഞപ്പോഴേ ആരാ നിങ്ങളെ കൊണ്ടുവന്ന സഹകാരിയിലോട്ട്? തൃശ്ശൂർ ഒരു മിസ്, ഞങ്ങളുടെ നീതു. അപ്പൊ ആ മിസ് വഴിയാണ് സഹകാരി അറിയുന്നത്. അപ്പൊ തുടക്കത്തിൽ ഓൺലൈൻ ആയതിന്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാവും എന്നുണ്ടായിരുന്നു. സംശയം ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താണ് ഒരു ഓൺലൈൻ ആയിട്ട് ഒരു ട്യൂട്ടറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പ്രതീക്ഷിക്കുന്നത്? ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും എന്താ പറയാ നമ്മളുടെ ഒരു എഫേർട്ട് എന്ന രീതിയിലായിരിക്കുമല്ലോ. ഇവിടെ അതുപോലെ തന്നെ മെന്റർ ദീപു സാറൊക്കെ നമ്മള് എക്സാം എഴുതുമ്പോഴും മാർക്കിന്റെ ഒരു വേരിയേഷൻ വരുമ്പോഴൊക്കെ ശരിക്കും ഓഫ്ലൈൻ പോലെയാണ് നമ്മളൊക്കെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അത് നമുക്കൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിപ്പോ തന്നെ ഓരോ ദിവസവും അല്ലെ ഡെയിലി ടൈം ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു നല്ലൊരു ഇതായിരുന്നു. അത് ഡെയിലി ടോപ്പിക് തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് റിവൈസ് ചെയ്യാനായിട്ട് വീക്ക്ലി എക്സാം ഉണ്ടായിരുന്നു, മന്ത്ലി എക്സാം ഉണ്ടായിരുന്നു. അതൊക്കെ കൂടാണ്ട് തന്നെ JCയുടെ ടൈമിൽ തന്നെ രാജേഷ് സാറ് കുറെ മോഡൽ എക്സാം എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു. എക്സാമിന്റെ തലേ ദിവസം അന്ന് സാറ് രാത്രിയാണ് ഒരു പോസ്റ്റ് ഇത് അപ്ലോഡ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വരെ അറ്റൻഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഒരു എക്സാമും എന്താ പറയാ വിട്ട് കളയാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ JCI കഴിഞ്ഞിട്ട് കേരള ബാങ്കിന്റെ ടൈമിൽ ഞാൻ പിന്നെ ആ ടോപ്പിക് ഒന്നും അങ്ങനെ റിവൈസ് വീണ്ടും പഠിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആ ഏരിയയിലൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ IT ഒക്കെ നല്ല ടഫായിരുന്നു. ഇപ്പൊ കേരള ബാങ്കിന്റെ ടൈം എത്തിയപ്പോ സഹകാരിന് കുറെ ഒരു പുതിയ സാറിന്
അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നന്നായി JCനെ കമ്പയർ ചെയ്യുമ്പോൾ കേരള ബാങ്കിൽ IT-ക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റി. IT കുറച്ചുകൂടെ ഈസി ആവുകയും ചെയ്തു. ഈസിയാവും ചെയ്തു. ഈസി ആയി കേരള ബാങ്ക് വന്നപ്പോഴത്തേക്കും. എന്തായാലും നമുക്ക് ഇത്തരത്തിലൊരു സ്പെഷ്യാലിറ്റിയിൽ വരുമ്പോഴത്തേക്കും നമ്മള് എപ്പോഴും പ്രാക്ടീസ്, റിവിഷൻ, പെർഫോമൻസ്, അപ്പൊ ഇതിൽ ഏറ്റവും അവസാനം വരുന്നൊരു P ഉണ്ട്. അപ്പൊ ഈ ആദ്യത്തെ 10 റാങ്ക് വാങ്ങിച്ച ആൾക്കാരുടെ അടുത്താണ് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. പെർഫോമൻസ് വൈസ് നമ്മൾ അവസാനം നമ്മളെ ഹാളിൽ കയറിയതിന് ശേഷം ഉണ്ടായിരുന്നിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീൽ, അല്ലെങ്കിൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൈനസ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള എന്തൊക്കെ ടെക്നിക്സ് ആണ്? ടെക്നിക്സ് എന്ന് പറയുമ്പോൾ കേരള ബാങ്കിന്റെ എക്സാമിന് ഫസ്റ്റ് തന്നെ ടെൻഷൻ ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ്. അതിന് നന്നായി എക്സാം അറ്റൻഡ് ചെയ്ത് നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നമായിരിക്കും കൂടുതൽ പേജ് ഉണ്ടായിരിക്കുക, കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനായിട്ട് നന്നായി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, OMR ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പൊ ടൈമിന്റെ ഒരു ഇത് മാറും. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാലും ടഫ് ആവും, ഈസി ആവും, അങ്ങനെ ഒരു മൈൻഡിൽ ഉണ്ടാവരുത്. ഓരോ സിംഗിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓവറോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് കണ്ടതിന്റെ ബേസിൽ ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിൽ ഓരോ ക്വസ്റ്റ്യൻസിന് ആ രീതിയിൽ. അതെ വളരെ വളരെ വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് കുഞ്ഞു വാക്കുകളിൽ പ്രവീണ പറഞ്ഞു തീർത്തത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പൊതുവെ എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞു വിടാറുണ്ട്, എളുപ്പം എന്ന് നിങ്ങൾക്ക് ആദ്യം ഒരു 15 ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശ്രദ്ധിക്കണം. അതുപോലെ പാട് എന്ന് ആദ്യത്തെ 15-20 ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങളും. അപ്പോൾ അതിൽ ഏത് പ്രോബ്ലം വന്നാലും മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഓരോ ചോദ്യങ്ങളെയും ഒരു ചോദ്യമായിട്ട് കാണുക എന്നുള്ളത്. അല്ലേ? ഒരു ചോദ്യമായിട്ട് കാണുക. ഇതെനിക്ക് അറിയില്ല, ഓക്കെ. അതൊരിക്കലും ആ പരീക്ഷയെ കുറിച്ചുള്ള ഓവർവ്യൂ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചിന്തിച്ചിരിക്കാനുള്ള സമയമില്ല. ചിന്തിച്ചാലും നമുക്ക് പോസിറ്റീവ് ഒന്നും വരാൻ പോകുന്നില്ല, നെഗറ്റീവ് മാത്രമേ വരാൻ പോകുന്നുള്ളൂ. നമുക്ക് ടെൻഷൻ കൂടുന്നുള്ളതല്ല, വേറെ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ അത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കും പെർഫോമൻസിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തരാനുള്ള ടിപ്പാണ് പ്രവീണയുടെ ഭാഗത്തുനിന്ന്. എന്തായാലും ഇനി നമുക്ക് വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ, എസ്പെഷ്യലി നമുക്ക് CSEB-യിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നു. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പോകുന്നു, പിന്നെ ബാങ്ക് കാറ്റഗറിയിൽ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു 300-ലധികം വേക്കൻസിയിൽ വരുന്ന നോട്ടിഫിക്കേഷൻസിലുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി പഠിക്കാൻ ഇറങ്ങുന്ന കുറച്ചധികം കുട്ടികളുണ്ട്. അവരോട് എന്താ പറയാനുള്ളത് പ്രവീണയ്ക്ക്? സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കണം. അതോടൊപ്പം എത്ര പഠിച്ചു എന്നതിലുപരി പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്ത് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നന്നായി എക്സാംസ് അല്ല, കിട്ടാവുന്ന എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എക്സാമിനോടുള്ള ആ പേടി മാറ്റുക. ഓക്കെ, താങ്ക് യു.